ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ആലപ്പുഴ സ്പെഷ്യൽ ഇഞ്ചിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഇഞ്ചിമ്പുളിയേക്കാളും പുളിഞ്ചിയേക്കാളും എല്ലാം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റാണ്. ഇഞ്ചിക്കറി ഉണ്ടാക്കാനായിട്ട് 150 ഗ്രാം ഇഞ്ചി എടുത്തിട്ട് നന്നായി ഒന്ന് കനം കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒന്ന് ഒരേ ലെവലിൽ കനം കുറച്ച് കട്ട് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഫ്രൈ ആയി കിട്ടുന്നത്. പിന്നെ ഒരു 6 പച്ചമുളക് എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 12ഓളം ചുവന്നുള്ളി എടുത്തിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. ഇതിലേക്ക് ഞാനിപ്പോൾ പുളിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിതിലോട്ട് 2 ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്ത് പിഴിഞ്ഞ് വെച്ചതാണ്. 2 കപ്പോളം ഉണ്ടാവും. കുറച്ച് തിക്നെസ്സോട് കൂടിയിട്ടൊന്ന് പിഴിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. ഇതുപോലെ ഒന്ന് തിക്കായി പിഴിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് അധികം നേരം വറ്റിക്കാതെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. ഇപ്പോൾ ഒരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ആദ്യം ഇഞ്ചിയും പച്ചമുളകും ചുവന്നുള്ളിയും കൂടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യം നമുക്കിതിലോട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി നല്ല കനം കുറച്ച് കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഫ്രൈ ആയി കിട്ടും. പിന്നെ ഇതുപോലെ കുറച്ചൊന്ന് വലുതാക്കി കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഓയിലിൽ നിന്ന് കോരി മാറ്റുമ്പോഴും ഈസി ആയിരിക്കും. ഇപ്പോൾ ഇഞ്ചിയെല്ലാം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് പച്ചമുളകും ചുവന്നുള്ളിയും കൂടി ചേർത്ത് നന്നായി തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇഞ്ചി ഒരുവിധം മൊരിഞ്ഞു വന്നതിന് ശേഷം ഇതൊന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും. പച്ചമുളകും ചുവന്നുള്ളിയെല്ലാം പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ചുവന്നുള്ളിയും നന്നായി തന്നെ ബ്രൗൺ കളറാവുന്നവരെ നന്നായി തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ അത് കേടായി പോകാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ ഒന്ന് നന്നായി മൊരിയിച്ചെടുക്കുമ്പോഴേക്കും കുറച്ച് ദിവസം നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ എല്ലാം നന്നായി തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് ഇത് മിക്സിയുടെ ജാറിലോട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടി മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഓവറായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് പൊടിച്ചെടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയെല്ലാം ഫ്രൈ ചെയ്തെടുത്ത അതേ ഓയിലിലോട്ട് 2 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് ഇപ്പോൾ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 3 ഉണക്കമുളക് പൊട്ടിച്ച് വെച്ചതും കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഒന്ന് മിക്സ് ചെയ്ത് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. എരിവ് കുറവായതുകൊണ്ടാണ് 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഇനി 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ചൂടാക്കി എടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പൊടികളെല്ലാം കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും. ഇതിലോട്ട് എടുത്തു വെച്ചിട്ടുള്ള പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് നല്ല തിക്നെസ്സോട് കൂടിയിട്ടുള്ള പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലോട്ട് അല്പം വേപ്പില കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളും പുളിവെള്ളം എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഇനി ശർക്കരപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ശർക്കര മെൽറ്റാക്കി വെച്ചിട്ട് അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/4 കപ്പ് ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ച് എടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ബോയിലായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് ബോയിലായി വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലോട്ട് നമ്മൾ പൊടിച്ചു വെച്ച ഇഞ്ചിയും പച്ചമുളകും ചുവന്നുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ചുവന്നുള്ളിയും കൂടി ചേർത്ത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ്. മുൻപ് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിതിലോട്ട് 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ലാസ്റ്റ് കായപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇതിൽ നമ്മൾ കട്ടിയോട് കൂടിയിട്ടുള്ള പുളിവെള്ളം ഒഴിച്ച് ശർക്കരപ്പൊടിയെല്ലാം ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ അധികം നേരം വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എല്ലാം കൂടെ തിളച്ച് ഒരു 2-3 മിനിറ്റ് കൂടെ അതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴേക്കും ഇത് നല്ല സെറ്റായി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഇഞ്ചിക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഞാൻ മുമ്പ് പുളിഞ്ചിയുടെയും ഇഞ്ചിപ്പുളിയുടെ എല്ലാം റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സദ്യ സ്പെഷ്യൽ റെസിപ്പീസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എൻഡ് സ്ക്രീനായിട്ടും കൊടുക്കുന്നുണ്ട്. കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക്